ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ബിസിനസ് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന പ്രതികളുടെ അപേക്ഷ പരിഗണിക്കാൻ ഇഡിക്ക് ഹൈക്കോടതി നിർദ്ദേശം. പ്രതികളുടെ അപേക്ഷ നിലനിൽക്കില്ലെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചു. അപേക്ഷ നിലനിൽക്കില്ലെങ്കിൽ നിയമപ്രകാരം നടപടി തുടരാമെന്നും ഇഡിയോട് കോടതി അറിയിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹൈറിച്ചിന്റെ പിന്നിലുള്ള ആളുകൾ വീണ്ടും ആ കമ്പനി പുനരുജ്ജീവിപ്പിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടും പഴയ നിലയിലേക്ക് വരുമെന്ന വാഗ്ദാനമൊക്കെ നൽകിയ ആളുകളെ സമീപിക്കുന്നു എന്ന വാർത്തയൊക്കെ നൽകിയിരുന്നു. എന്താണ് ഇപ്പോൾ ഈ പുതിയ ഹർജിയിലെ ഹൈറിച്ച് ഉടമകളുടെ അവകാശവാദം അല്ലെങ്കിൽ വാദം? ഏത് വിധേനയും വീണ്ടും ഈ ഹൈറിച്ച് എന്ന സ്ഥാപനം പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഉടമകൾ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി അവർ ബിസിനസ് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ഒരു ഹർജി സമർപ്പിച്ചു. എന്നാൽ ഇതിനെ അതിശക്തമായി എതിർത്ത ഇഡി പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം പ്രതികളുടെ അപേക്ഷ നിലനിൽക്കില്ല എന്നും ഇഡി ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കുകയുണ്ടായി. അതേസമയം പ്രതികളുടെ അപേക്ഷ പരിഗണിക്കാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. അപേക്ഷ നിലനിൽക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിയമപ്രകാരം തുടർ നടപടി എടുക്കാമെന്നും ഇഡിയോട് കോടതി പറഞ്ഞു. അതായത് ഈ അപേക്ഷ വേണമെങ്കിൽ ഇഡിക്ക് പരിഗണിച്ച ശേഷം തള്ളിക്കളയാം. ആ ഒരു നിലയിലാണ് കോടതിയിൽ നിന്നും നിർദ്ദേശം വന്നിട്ടുള്ളത്. പ്രതികൾ കോടതി ഉത്തരവുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന് ഇഡി ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി കോടതി വിധികൾ അനുകൂലമാണെന്ന് വരുത്തുന്നതായും ഇഡി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പൊതുജനത്തെ കബളിപ്പിച്ച് പണം തട്ടുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഇഡി ഹൈക്കോടതിയിൽ പറഞ്ഞു. അതായത് ഇഡി പൂർണ്ണമായും ഈ ഹൈറിച്ച് സംഘത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിന് അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇവർക്കെതിരെ ഒരു ചേർപ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ CBI അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, ഏതായാലും ഇഡി പിടിമുറുക്കുമ്പോഴും പഴുതുകളിലൂടെ അവർ വീണ്ടും ആ കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കുവാനും ആളുകളിൽ നിന്ന് വീണ്ടും പണം സ്വീകരിക്കുവാനും ഒക്കെയുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഏതായാലും ഹൈറിച്ചിന്റെ വലിയ തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ്, അതിൽ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് വീണ്ടും ആ കമ്പനിയെ പൊടി തട്ടിയെടുക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അതിന് പിന്നിലുള്ളവർ.